ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഉമ്മൽ കോയിൻ സൂവിലേക്കാണ്. അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ പ്രത്യേകിച്ച് നെയിം ബോർഡോ ആർച്ചോ ഒന്നുമില്ല, പകരം ഒരു ഫ്ലെമിംഗോ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് പാം ട്രീ ഫാം കാണാം. അവിടെ കുറേ ഫാമുകളുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോയി കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ സൂവിൻ്റെ മെയിൻ എൻട്രൻസ് കാണാം. ആ കാണുന്നത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. 25 dirhams ആണ് ഒരു ടിക്കറ്റിന്. നിങ്ങൾ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചങ്ങോട്ട് ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴേക്കും ചെറിയൊരു രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്കതുപോലെ കൗണ്ടറിൻ്റെ അവിടെ കാണാം ട്രൗസറും ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല ക്യൂട്ടൊരു മങ്കിക്കുട്ടൻ. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുന്നു. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ പെറ്റ്സിനെ ഫീഡ് ചെയ്യാനുള്ള പെറ്റ്സിൻ്റെ ഫീഡൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാം. നമുക്ക് എല്ലാ അനിമൽസിനെയും ഫീഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇൻസൈഡ് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു ആർട്ട് ഷേപ്പ് കേജാണ്. അപ്പോൾ ആ കേജിലാണ് നമ്മുടെ സൂ എന്ന് പറഞ്ഞ് എഴുതിയതും അതിൻ്റെ അകത്ത് ടൈഗറിനെയാണ് കാണിച്ചിരിക്കുന്നത്. ആ സെയിം അതുപോലെ തന്നെ ഈ കേജിൻ്റെ അകത്തൊരു ടൈഗറാണ്. നല്ല സ്മാർട്ടായിട്ട് അങ്ങോട്ടോട്ട് നടക്കുന്ന ടൈഗറിനെ കണ്ടോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാം. നമുക്ക് അപ്പുറത്ത് പോയി ഒന്ന് നോക്കാം. ആദ്യം ഞാൻ വിചാരിച്ചത് അങ്ങോട്ട് ഇവിടെ നടക്കണം, നല്ല സ്മാർട്ടായിട്ട് നടക്കുന്നതാണ്. പക്ഷെ അതൊന്നും അല്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ള സ്ഥലത്ത് ആടുകളെയാണ് കിട്ടിയിട്ടേക്കല്ല, ആടുകളെയാണ് ആ കേജിലിട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ആടുകളൊന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റർബ്ഡായിട്ട് നടക്കുന്ന ആളാണത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് കുറേ ആടുകളുണ്ട്. എല്ലാ അനിമൽസിനെയും നമുക്ക്, എല്ലാ ഡൊമസ്റ്റിക് അനിമൽസിനെയും നമുക്ക് ഫീഡ് ചെയ്യാം. ആടുകളിൽ തന്നെ പല വെറൈറ്റി ആടുകളുണ്ട്. കണ്ടോ, പല ടൈപ്പ് ആടുകളുണ്ട്. അതുപോലെ അവിടെ 2 കുട്ടിയാടുകളുമുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ പോകുന്ന റാബിറ്റ്സിൻ്റെ അങ്ങോട്ടേക്കായിരുന്നു. കുട്ടികൾക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കും അത്. കാരണം കുറേ അനിമൽസിന് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന കുറേ അനിമൽസ് ഉണ്ട്. പിന്നെ ഇതേ ഞങ്ങളൊരു ബെയറിൻ്റെ അടുത്തേക്കാണ് പിന്നെ പോയത്. ഇവിടെ കണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ അനിമൽസും നല്ല ആക്റ്റീവാണ്. ആരും അങ്ങനെ കിടന്നുറങ്ങുന്നൊന്നുമില്ല. ഫുൾ ആക്റ്റീവാണ്. ഒരു അമ്മ റാബിറ്റും കുറേ കുഞ്ഞുങ്ങളും. അതിൻ്റെ ഇടയ്ക്ക് ദേ വേറൊരാൾ വീഡിയോ എടുക്കാൻ വന്നതും വേഗം കയറി ആ മാളത്തിൽ ഒളിച്ചു. ആൾ ഇടയ്ക്കിടയ്ക്ക് തല പുറത്തിട്ട് നോക്കും. അത് കഴിഞ്ഞ് പിന്നെ അകത്തോട്ട് പോകും. എന്നാൽ ഞാൻ വിചാരിച്ചു വേണ്ട, എടുക്കുന്നില്ല, വീഡിയോ എടുക്കുന്നില്ല, ഞാൻ പോയേക്കാം എന്ന് വിചാരിച്ച് അടുത്ത് മുള്ളംപന്നീരുടെ അടുത്തെത്തി. ഉച്ചയ്ക്ക് ചൂടൊക്കെ ആയതുകൊണ്ട് ആൾ തണലത്ത് കിടന്ന് റെസ്റ്റ് എടുക്കുക. 2 എണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നോക്കിയപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആശാൻ പുറത്തോട്ട് വന്നിട്ടുണ്ട്. പുറത്തോട്ട് ഒന്ന് ബാക്കിൽ പോയി നിൽക്കുന്നു. എന്നിട്ട് അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ പിന്നെ അകത്തോട്ട് പോയി. എന്നാൽ വേണ്ട, അടുത്ത ആളുടെ അടുത്ത് പോവാം. ഹലോ, സുഖല്ലേ? ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഇവിടെ നമുക്ക് കാണാം ഇഷ്ടംപോലെ വലിയ തത്തകൾ. മക്കാവോ
ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷോൾഡറിലോ കയ്യിലോ ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ വേറൊരാളും കൂടി ഇരിപ്പുണ്ട് അതിൻ്റെ താഴെ. ഇതിന് പിന്നെ ഫോട്ടോ എടുക്കണമെങ്കിൽ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. അവിടെ സെക്യൂരിറ്റി ഉണ്ട്, സ്റ്റാഫ് തന്നെ നമുക്ക് വെച്ച് തരും, നമുക്ക് ഫോട്ടോ എടുക്കാം. ആളവിടെ കുറച്ച് നേരം ഒന്ന് തളർന്നിട്ട് പോകുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു, എന്നെ ആരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആൾ പോയി. പിന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ സൈഡിൽ ചെറിയൊരു കുളം ഉണ്ടായിരുന്നു. എൻ്റെ സൈഡിൽ കുറേ ഡക്കുകളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നല്ല രസമാണ്. കുട്ടികൾ നമ്മൾ മേടിച്ച് പോപ്കോണൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർ കഴിച്ച് പുറകെ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ പിന്നെ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു വിധത്തിൽ രണ്ടുപേരെയും കൊണ്ട് ഇപ്പുറത്തോട്ട് വന്നു. ഒരു ചെറിയൊരു ആർച്ചിൻ്റെ പാലമൊക്കെ ഉണ്ട് അവിടെ. ആ പാലം കിടന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. ഇവിടെ കുറേ ഡക്ക്, സ്വാൻ, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. പിന്നെ നേരെ നടക്കുമ്പോൾ ചെറിയൊരു ഫൗണ്ടൻ സെറ്റപ്പ് ഉണ്ട്. ഞങ്ങളുടെ ഉച്ച സമയത്താണ് പോയത്. വെയിലില്ലാത്ത സമയത്തൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ടാകും. കുറച്ചൊക്കെ നല്ല കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ വേറെ കുറച്ച് അനിമൽസും കൂടെ ഉണ്ട്. ഇത്ര നല്ല എനർജറ്റിക് ആയിട്ടുള്ള വൾച്ചേഴ്സാണ്. ഇത്ര നല്ല എനർജറ്റിക് ആയ വൾച്ചേഴ്സ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ കുറേ സൂകളിൽ പോയിട്ടുണ്ട്, എവിടെയും കണ്ടിട്ടില്ല. കമ്പാരിറ്റീവ്ലി ഇവിടെ അനിമൽസിൻ്റെ നമ്പേഴ്സും കൂടുതലാണ്. കുറച്ച് കൂടുതൽ വെറൈറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പല സൈസിലുള്ള ടേർട്ടിലാണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടോ, അവിടെ ഒരു പാർക്കിംഗ് ഏരിയ. ഞങ്ങൾ പോയത് ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അവിടെ അതുകൊണ്ടാണ് കുറച്ചൊക്കെ അനിമൽസ് ഇങ്ങനെ തളർന്നിരിക്കുന്നത്, വെയിൽ കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നത്. പിന്നെ ഹോഴ്സിൻ്റെ അടുത്ത് പോയി നമുക്ക് ഹോഴ്സ് റൈഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരാൾക്ക് 10 dirhams ആണ്. അത് അതിൻ്റെ സൈഡിൽ തന്നെ കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ പോയി പേയ്മെൻറ്റ് അടച്ച് അതിൻ്റെ റെസീറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഹോഴ്സ് റൈഡ് ചെയ്യാം. അവിടെ ഹോഴ്സ് ടേബിളിൻ്റെ അടുത്ത് തന്നെ ഫീഡിൻ്റെ ഒരു ഷോപ്പും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫീഡ് റീഫില്ല് ചെയ്യാം. വേറെ കുറേ വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഇവിടെയുണ്ട്. നമ്മുടെ അറേബ്യൻ ഓറിക്സ്, അതുപോലെ ഡിയർ, പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫീഡ് കൊണ്ട് ചെല്ലുമ്പോൾ എല്ലാവരും കൂടി ഓടി വരും. അത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാർക്കാണെങ്കിലും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഏരിയയിൽ കുറേ ഗോട്ട്സും ഷീപ്പും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ കുറേ പശുക്കളുണ്ട്. ഇതെല്ലാം നല്ല വലിയ പശുക്കളാണ്.
ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ഡോങ്കീസ്. ഉണ്ടോ, തീറ്റ കൊടുത്തിട്ടും മതിയാവുന്നില്ല. ഒരു പ്രാവശ്യമെങ്കിലും മക്കളെ കൂട്ടി പോകേണ്ട ഒരു സ്ഥലമാണെന്ന് തോന്നിയിട്ടുണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ശേഷം പിന്നെ കുറച്ച് വൈൽഡ് ആനിമൽസിൻ്റെ കേജസ് ഉണ്ട്. അവിടെ ടൈഗർ, ലെപ്പേർഡ്, ചീറ്റ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഉച്ചസമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒരു സെക്യൂരിറ്റി പുള്ളിപ്പുലീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സെയിം തന്നെ അവിടെ തന്നെ കുറേ വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുണ്ട്. ആ സെയിം തന്നെ ഇത് 2 ഹൈന ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു സ്നാക്ക് ബാറുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് പിന്നെ നമുക്ക് കുറേ മങ്കീസ്. പിന്നെ ഇപ്പുറ സൈഡിൽ വരുന്ന കുറേ കോഴികളുടെ ബ്രീഡാണ് വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു കോഴിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന് മേത്ത് മുഴുവൻ മുടിയാണ്. ഇങ്ങനെ കണ്ണ് കാണുന്നുണ്ടോ? ഇതേ ഇവിടെ വേറൊരു വെറൈറ്റിയൊക്കെ ഉണ്ടോ? ആ കോർണറിൽ ഇരിക്കുന്നതിൻ്റെ കാല് നോക്കൂ. പിന്നെ നമ്മുടെ നാടൻ കോഴി, ടർക്കി കോഴി, അങ്ങനെ പലവിധ വെറൈറ്റികളുണ്ട് അവിടെ. തലയിട്ട് ആട്ടുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കണമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ സൈഡിൽ ഫ്ലമിംഗോസ്. ഫ്ലമിംഗോസിനെ കാണുന്നത് ഒരു ഫ്രഷ്നെസ് ഫീലിംഗ് ആണ്. പിന്നെയാണ് ഇത് ജിറാഫിൻ്റെ വരവ്. ആ ജിറാഫിനും പിന്നെ തൊട്ടപ്പുറത്ത് നിന്നിരുന്ന കുറച്ച് ആട്ടിൻകുട്ടികൾക്കും കൂടി തീറ്റ കൊടുത്ത ശേഷം ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ വേറൊരു സാധനം കൂടി ഉണ്ട്. പക്ഷെ എൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ സൂവിൻ്റെ കാഴ്ചകളെല്ലാം എത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കാത്തവർ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. തിരിച്ച് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കുറച്ച് ഒട്ടകങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് അതിനൊന്നും കണ്ടില്ലായിരുന്നു. കുറേ എണ്ണം നിൽക്കുന്നു, കുറേ എണ്ണം നടക്കുന്നു, കുറേ എണ്ണം റോഡ് ക്രോസ് ചെയ്യുന്നു. ഇതുണ്ടോ, റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്താൽ നമുക്ക് കൊള്ളാം. അപ്പോൾ അങ്ങനെ ഇവരോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ്
നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നു. ഫ്ലെമിംഗോൻ്റെ വഴി വന്നു, ഫ്ലെമിംഗോൻ്റെ വഴി പോകുന്നു. ബൈ ബൈ.